ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനൊരു കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ. ഇന്ന് ഈ ദൈവവചനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മേലും എവിടെയെല്ലാം ഇത് കേൾപ്പിക്കപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് വരും. അത് വളരെ എളുപ്പവഴിയാണല്ലോ. അതെ, എളുപ്പവഴി തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം അപ്പസ്തോല പ്രവർത്തനത്തിൽ 10-ാം അധ്യായത്തിൽ 44 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ, ജാതി മതം ഒന്നുമില്ല, ആണും പെണ്ണും ഒരു വേർതിരിവില്ല, കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ. അങ്ങനെയാണെങ്കിൽ നല്ല സുഖമാണ്, നല്ല രസമാണ് അല്ലേ? എന്തൊരു അഭിഷേകമായിരിക്കും. എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതിന്നും വരും, ഉറപ്പായിട്ടും വരും. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. ഒയ്യോ, കൊടിമൂത്ത വിശ്വാസികൾ എന്നൊക്കെ പറയുമല്ലോ, അവർക്കെല്ലാം ഞെട്ടലുണ്ടായി. അവർ വിസ്മയിച്ചു പോയി. അത് സ്വാഭാവികം മാത്രം. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്ന അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറയുകയാണ്, നമ്മെപ്പോലെ തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാനം ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറേ ദിവസം തങ്ങളോട് കൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടി. ജാതി മത ഭേദമന്യേ, ലിംഗവർണ്ണ ഭേദമന്യേ. പത്രോസ് ശക്തിയുക്തം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ ഇതിന് ഉപോത്ബലകമായ സംഭവം അപ്പോസ്തല പ്രവർത്തനം 10:38. അതിൻ്റെ ആ കീ വേർഡ് ഞാനൊന്ന് വായിക്കുകയാണ്. നസ്രാനായ യേശുവിനെ, പത്രോസിൻ്റെ പ്രസംഗമാണ്, യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്നും നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. പത്രോസ് ഇതാണ് അവരോട് പ്രസംഗിച്ചത്. എന്താണ്? നസ്രാനായ യേശുവിനെ കുറിച്ച്. യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. വളരെ കാതലായ വചനമാണ് അപ്പോസ്തല പ്രവർത്തനം 10:38. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഒരു നിർബന്ധമല്ല, പക്ഷേ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകും. പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഈശോ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ചുറ്റൽ, ആ ഡെലിവറൻസ് ഇന്ന് ഈ വചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടും. എങ്ങനെ കിട്ടും? അതിന് എഫേസസ് 3:20-21 സങ്കീർത്തനം 42:1 2 വചനങ്ങൾ അതിൻ്റെ ഇങ്ങനെ പറയുമോ, കീബോർഡ് വായിക്കുമ്പോൾ ടോണിക്, ഡോമിനൻ്റ്, സബ് ഡോമിനൻ്റ് എന്ന് പറയും. ഓർഗൻ പഠിക്കുമ്പോൾ കോഡ് നമ്മൾ ഇപ്പോൾ ഒരു കോഡ് പഠിക്കുമ്പോൾ അതിൻ്റെ ടോണിക്, ഡോമിനൻ്റ്, സബ് ഡോമിനൻ്റ് എന്ന് പറഞ്ഞ് തരുന്നത് പോലെ സംഗീതത്തിൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അപ്പോസ്തല പ്രവർത്തനം 10:44 മുതൽ 48 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 10:38 എഫേസസ് 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഇന്ന് ആരിലാണ് പ്രവർത്തിക്കുന്നത്? ഈശോ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു, ഈശോ ഡെലിവറൻസ് ഒക്കെ കൊടുത്തു. പത്രോസ് ഇതിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഇന്ന്
യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച നമ്മിൽ, എന്നിലും നിങ്ങളിലും പലർക്കും അറിയില്ല. ആനക്കാനയുടെ വലിപ്പം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ പലർക്കും സംശയമാണ്. എൻ്റെ കൂടെ ദൈവം ഉണ്ടോ, പരിശുദ്ധാത്മാവ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അല്ല, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും മാത്രവും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. എഫെസസ് 3:20-21. അപ്പം സഭയിലെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും. എന്നും എന്നേരവും, ഇന്നും എന്നും. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ അതേ വചനം ഇന്നും പറയുമ്പോൾ പിശാച് വിട്ടുപോകും, ബന്ധനം അഴിയും, അത്ഭുതം നടക്കും, പ്രവചനങ്ങൾ നിറവേറും, മാനസാന്തരങ്ങൾ ഉണ്ടാകും, രോഗിയായി വന്ന് വൈദ്യനായി കടന്നു പോകും. ഇതാ പിശാചുക്കൾ വിട്ടുപോകും, യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറും, വിശ്വാസിയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വചനം സങ്കീർത്തനം 42:1. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം, കർത്താവേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്തൊരു അഭിഷേകമുള്ള വചനമാണ്. അപ്പോൾ നീർച്ചാൽ തേടി നടക്കുക, തെളിനീര് തേടുന്ന മാൻപേട എങ്ങനെയാണ്? ദാഹമുള്ളത് കൊണ്ട് അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ദാഹം വേണം. അപ്പോൾ പരിശുദ്ധാത്മാവിനുള്ള ദാഹം, ദൈവമേ പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിനോട് സത്യസന്ധമായിട്ട് പറയും, എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്ര പഠിച്ചിട്ടും എത്ര വായിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എത്ര വചനം കേട്ടിട്ടും എനിക്കത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ എനിക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാനോ സാധിക്കുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നെ അഭിഷേകം ചെയ്യണമേ, അങ്ങ് തന്നെ എന്നെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കണമേ, അങ്ങ് തന്നെ എന്നെ വഴി നടത്തണമേ, അങ്ങ് തന്നെ എൻ്റെ ഹൃദയത്തെ തൊടണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. ഇന്ന് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം ഉണ്ടാകും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ദുഃഖങ്ങൾ മാറും, ഭാരങ്ങൾ നീങ്ങിപ്പോകും. ഭാരങ്ങളെല്ലാം യേശു, ഭാരം ഉണ്ടാകത്തില്ല എന്നല്ല, അത് മത്തായി 11:28 പറയുന്ന, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, അധ്വാനിക്കുന്നവരും ഭാരം നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് പരിശുദ്ധാത്മാവിലൂടെയാണ്. യോഹന്നാൻ 14:1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ വിശ്വാസം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാത്തവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഓരോന്നും കൊണ്ട് വന്ന് എവിടെ ഇരുന്നിച്ചടാ എന്ന് പറയും. അതിന് വിശ്വാസം വേണം, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വേണം, നമ്മുടെ ഹൃദയം തുറക്കണം, അശുദ്ധിയെല്ലാം ചാരമാകണം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 38-ഉം 39-ഉം വാക്യങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ ദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മൾ പതിയെ പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയുന്ന കാര്യങ്ങളുണ്ട്, സ്വരം ഉയർത്തി പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വരം ഉയർത്തി ശബ്ദമുയർത്തി പറയുന്നത് എന്താണ്? ഇത് ഒളിച്ചു വെക്കാനുള്ള കാര്യമല്ല, ഇത് ആധികാരികതയുള്ള കാര്യമാണ്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്, ഉള്ളിൽ ആഴത്തിൽ പതിക്കേണ്ട കാര്യമാണ്. അത് കാരണം ഈ ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവില്ലാത്ത വിശ്വാസി മൃതമായ വിശ്വാസിയാണ്, ജഡം മാത്രമാണ്. അപ്പോൾ ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അയ്യോ, ആർക്കെങ്കിലുമൊക്കെ ഇത് ഇഷ്ടമാകുമോ, ഇത് മനസ്സിലാകുമോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ? അങ്ങനെ ഒന്നും ഒളിച്ചിരിക്കേണ്ട, മറച്ചു വെക്കേണ്ട കാര്യമല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ നീർച്ചാൽ, സങ്കീർത്തനം 42:1, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം ദൈവമേ അങ്ങേക്കായി ദാഹിക്കുന്നു. വീണ്ടും പറയുന്നു, ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഞാനിത് ജൂൺ മാസം 3-ാം തീയതിയാണ് ഈ വചനം പോസ്റ്റ് ചെയ്യുന്നത്. ഈശോയുടെ തിരുഹൃദയ വണക്കം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്, വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം നന്മ തിന്മകളുടെ ഇരിപ്പിടമാണ്. ഹൃദയത്തിൽ നിന്നാണ് എല്ലാം വന്നത്, അശുദ്ധി ആയാലും വിശുദ്ധി ആയാലും അല്ലേ. അപ്പോൾ
യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ, അരൂപി തൻ വരവും കൃപയും കരുത്തുമേകണമേ. വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ. വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ. പ്രൈസ് ദി ലോർഡ്. അവൻ സഹായകനാണ്. അവൻ ശക്തി തരും, ബലഹീനനെ ശക്തിപ്പെടും, കരയുന്നവരെ ആശ്വസിപ്പിക്കും, മുറിവേറ്റതിനെ വെച്ച് കിട്ടും. യേശുക്രിസ്തു ഇന്നും എന്നിൽ നമ്മുടെ കൂടെ ലൈവായിട്ട് ജീവിക്കുന്ന അനുഭവം, കൂടെ നടക്കുന്ന, കൊണ്ട് നടക്കുന്ന, എന്താ പറയണ്ട, എന്താ ചെയ്യണ്ട, എവിടെയാ പോകണ്ട, അത് കാണിച്ചു തരും, കൂടെ നടക്കും, വേണ്ടത് തരും. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എങ്ങനത്തെ? വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ. ഈ ബൈബിളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം വാഗ്ദാനങ്ങളുണ്ടോ, എന്തെല്ലാം അഭിഷേകങ്ങളുണ്ടോ, അതനുസരിച്ചുള്ള എല്ലാ വാഗ്ദാനങ്ങളും എനിക്കും നിങ്ങൾക്കും കിട്ടും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് സാക്ഷ്യപ്പെടുന്നത്. അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് യേശു തൻ്റെ കുരിശുമരണ, പീഡാനുഭവ, ഉത്ഥാന രഹസ്യങ്ങളിലൂടെ ഇതാ മഹത്വമെടുത്തു. ഇനി എനിക്കും നിങ്ങൾക്കും വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ വെറും കൈയോട് വിടത്തില്ല. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നമുക്ക് വേണ്ടി ഇതാ കർത്താവ് അത് തന്നു കഴിഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അപ്പം എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവവൈതലിനോടും പറയാനുള്ള കാര്യം അതാ. ഇനിയും കരഞ്ഞും നിരാശപ്പെട്ടും മടുത്തും ജീവിതം വെറുതെ കളയല്ലേ. പരിശുദ്ധാത്മാവിൽ കത്തിജ്വലിക്ക്, പരിശുദ്ധാത്മാവിനാൽ നിറയെ. ബലിപീഠത്തിൽ അഗ്നിയയക്കും പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തെ തീക്കനലാക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കുക, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വചനം ആവർത്തിച്ച് വിശ്വസിച്ച് ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.